കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്കും കടത്തിച്ചേരുന്ന പ്രധാന പാത നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരവധി പേർ ദിവസേന കടന്നുവരുന്ന പ്രധാന പാതയാണ് ടാർ പോലും ചെയ്യാതെ അതീവ ദുർഘടമായി കിടക്കുന്നത്. കട്ടപ്പന ഇടുക്കിക്കവല ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും സമീപത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്കും കയറി ചെല്ലുന്ന പാതയാണ് നവീകരണമില്ലാതെ ദുർഘടമായി കിടക്കുന്നത്. മുൻപ് ചെറിയ രീതിയിൽ സോളിംഗ് ചെയ്തിരുന്നു. കാലക്രമേണ ഇതെല്ലാം തകർന്നു. ഈ റോഡിൽ വലിയ കുണ്ടും കുഴിയും രൂപപ്പെട്ടു. മഴ ശക്തമാകുന്ന വേളയിൽ ഈ പാത വഴി ചെളിവെള്ളം ഒഴുകി ഇടുക്കിക്കവല റോഡ് ചെളിപ്പുണ്ടായി മാറുന്നുണ്ട്. ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകളും ഏകദേശം ഒരു ദിവസം തന്നെ 100 കണക്കിന് വാഹനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണിത്. ഇതിന്റെ ഈ റോഡ് എന്ന് പറയുന്നത് ഒറ്റ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളം കുത്തിയൊഴുകി കലക്കവെള്ളം ഒഴുകുക. ഇവിടം വരെ അങ്ങോട്ട് കയറി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ വരാം. നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത് മുനിസിപ്പാലിറ്റിക്കോ അല്ലെ MLAക്കോ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി വരുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട്, അതായത് MLAയുടെയോ ഒക്കെ ഫണ്ട് ഉപയോഗിക്കാൻ അതേ കഴിയുള്ളൂ. അപ്പോ ഇത് നമ്മൾ പലതവണ MP ആയിട്ട് ബന്ധപ്പെട്ടു. ഇവിടുന്ന് MP-ക്ക് നിവേദനം ഇവിടെ ഇരുന്ന ഹെഡ് പോസ്റ്റ് മാസ്റ്റർ കൊടുത്തിരുന്നു. അത് കൂടാതെ കഴിഞ്ഞ തവണ ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് നമ്മുടെ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കൊണ്ട് തന്നെ MP-യെ വിളിപ്പിച്ച് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നാളെ വരെ ഇനി യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് അധീനതയിലുള്ള ഓഫീസുകളായതിനാൽ മുനിസിപ്പാലിറ്റിക്ക് MLA ഫണ്ടിൽ നിന്ന് തുക ഈ റോഡിനായി അനുവദിക്കുവാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ റോഡിന്റെ നവീകരണം സാധ്യമാകൂ. മുൻപ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനടക്കം ജനപ്രതിനിധികൾ നിവേദനം നൽകിയെങ്കിലും നടപടി ഇതുവരെയും ഒന്നുമായിട്ടില്ല എന്നും പറയുന്നു. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാസ്പോർട്ടിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ആളുകൾ ഇവിടെ എത്തുന്നതാണ്. സുഗമമായ രീതിയിൽ ഒരു വാഹനം പോലും ഇതുവരെ കടന്നു പോകില്ല. അടിയന്തരമായി ഈ റോഡിന്റെ നവീകരണം നടത്തണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.